ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രീ മാർക്കറ്റ് വീണ്ടും തുടങ്ങുന്നത്. പ്രീ മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്ന് വ്യൂവേഴ്സ് കുറവായതുകൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ലൈവ് അപ്ഡേഷൻസ് കൊടുക്കുന്നത് കൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് വെറുതെ 10 മിനിറ്റ് പോയിരുന്ന് വീഡിയോ കാണേണ്ട ആവശ്യമുണ്ടോ? കാണണ്ട. കാരണം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ അടുത്ത് ലൈവ് അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പിൽ തരുന്നുണ്ട്. അതുകൊണ്ട് ലൈവ് കാണണ്ട. ഞാൻ വെറുതെ കുത്തിയിരുന്ന് 2-3 മണിക്കൂർ മെനക്കെട്ട് വീഡിയോ ചെയ്യുമ്പം കിട്ടുന്നത് 200-300 വ്യൂസാണ്. ഏകദേശം 1000 പേരുണ്ടായിരുന്ന സമയത്ത് പോലും 500-600 വ്യൂസ് ഉണ്ടായിരുന്നു. 2000 ആയപ്പോൾ അത് 1Kക്ക് അടുത്ത് പോയി. പക്ഷേ 5000 ആയപ്പോഴത്തേക്കും വ്യൂവേഴ്സ് കുറയാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയില്ല. എൻ്റെ അനാലിസിസുകൾ തെറ്റുന്നത് കൊണ്ടാണോ അതോ ഇനിയിപ്പം എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. വീഡിയോ എങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നൊരു 3-4 ആഴ്ച 1 മാസം അടുപ്പിച്ചാവുന്നു നിർത്തി വെച്ചിട്ട്. നിരന്തരം ആൾക്കാർ പക്ഷേ ഈ മെസ്സേജ് ഇടും, പല വീഡിയോ ചെയ്യും, ഞങ്ങൾ കാണാം, 2 ദിവസം കാണും, 3-ാമത്തെ ദിവസം കാണത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കണ്ടു, അതോടുകൂടി നിങ്ങളുടെ കടമ തീർന്നു. അല്ല, എങ്ങനെയാണൊരു വീഡിയോ റീച്ച് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർ കമൻറ്റും ലൈക്കും അടിക്കുമ്പോഴാണ്, അതിനനുസരിച്ചാണ് വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ പാലാഴി ചെയ്യൂ, നാളെ ചാനൽ വളരും, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചാനൽ പ്രൊമോഷൻ കൊടുക്കില്ല, ചാനലിന് യൂട്യൂബ് പ്രൊമോഷൻ കൊടുക്കില്ല. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടാൻ ശ്രദ്ധിക്കുക. എന്ത് കമൻ്റാണ് ഇടേണ്ടത്? വെറുതെ കുത്തും കോമയല്ല എനിക്ക് വേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രീ മാർക്കറ്റ് അനാലിസിസിൻ്റെ റിവ്യൂ ആണ് എനിക്ക് വേണ്ടത്. ഇപ്പം ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോയിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ വ്യൂ ആണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ചൊരു കമൻ്റാണ് അടുത്ത വീഡിയോയിൽ എനിക്ക് വേണ്ടത്. അത് തെറ്റാണെങ്കിലും ശരി, ശരിയാണെങ്കിലും ശരി, കൃത്യമായിട്ട് നിങ്ങൾ പറയുക. പാലാഴിയുടെ വ്യൂ തെറ്റിയെങ്കിൽ തെറ്റി, ശരിയായെങ്കിൽ ശരിയായി, അല്ലെങ്കിൽ എവിടെയാണ് തെറ്റ് പറ്റിയത്. അത്തരത്തിലൊരു കമൻറ്റ് നിങ്ങൾ ഇട്ടിട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നീട്ടുന്നില്ല. താല്പര്യമുള്ളവർ കണ്ടാൽ മതി, താല്പര്യമില്ല ഇനി ഞാൻ ഒരിക്കലും നിർബന്ധിക്കുക. കാരണം ഇത്രയും നാൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇന്ന് മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇനി താഴെ ഒരു കമൻ്റ് ഇടണമെന്നോ കാണണമെന്നോ ഞാൻ ആരെയും നിർബന്ധിക്കില്ല. താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. എനിക്കിനിപ്പം വ്യൂസ് ഇല്ലെങ്കിലും ഞാനത് തുടരും, നോ വറി. ഓക്കെ, നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോവാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു, 90 പോയിൻ്റ് അടുപ്പിച്ച്. S&P 28 പോയിൻ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു, ക്ലോസ് ചെയ്തിട്ടുണ്ട്. നസ്ഡാക്ക് 128 പോയിൻ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. US മാർക്കറ്റ് മൊത്തത്തിലൊരു അപ് ട്രെൻഡാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്സഡില്ല, ഒരു നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 137 പോയിൻ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രീ മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലെവലാണ് ഈ ഒരു 24,545, 24,635. മാർക്കറ്റ് ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോയി ഓപ്പൺ ചെയ്തിട്ട് നേരെ കുത്തന വീണുവെങ്കിലും കൃത്യമായിട്ട് ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുള്ളത്. 25,545 എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഈ ചാർട്ട് പാറ്റേൺസിൻ്റെ പ്രൈസ് ആക്ഷനകത്ത് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. കോൺഫ്ലുവൻസ് ട്രേഡിംഗ് അനുസരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈന് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു ട്രെൻഡ് ലൈൻ, അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടൊരു സപ്പോർട്ട് ലൈനുണ്ട് ഇല്ലേ. കോൺഫ്ലുവൻസ് ട്രേഡിംഗ് അനുസരിച്ച് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ, 2-3 പോയിന്റുകൾ ഒരുമിച്ച് വരുന്നിടത്ത് മാർക്കറ്റ് എത്തുമ്പോൾ കൃത്യമായിട്ട് അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ടിനോ അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസിനോ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ വരുന്നത്
അതാ ഇവിടെ അടുത്തെത്താറായി. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇപ്പം കൃത്യമായിട്ട് അവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇവിടെ വരുമ്പോഴൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട്. എപ്പോഴാണോ ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു സപ്പോർട്ട് ഏരിയയും അടുത്ത് വരുന്ന സമയത്ത് ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ആസ് പെർ കോൺഫിഡൻസ് ട്രേഡിംഗ് അനുസരിച്ച് ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടെ നിന്നൊരു റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. 24,000 ആയിരിക്കും മാർക്കറ്റ് അടുത്തൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത. അതായത് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് താഴോട്ട് വരും ദിവസങ്ങളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,000 ആയിരിക്കും അടുത്ത മാർക്കറ്റിനൊരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ കോൺഫിഡൻസ് ട്രേഡിംഗ് അനുസരിച്ച് ഈ ഒരു സോണും ട്രെൻഡ് ലൈനും വരുന്നിടത്ത് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറാനും സാധ്യതയുണ്ട്. അപ്പം താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം 24,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ പോകുന്നതിന് ഡേറ്റ നോക്കാം. ഞാൻ നിഫ്റ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഇന്നോട്ട് വീഡിയോ ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിഫ്റ്റിയോടൊപ്പം ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല, നിഫ്റ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരു പ്രോഗ്രസ്, ഈ വീഡിയോയുടെ പ്രോഗ്രസ് കണ്ടിട്ട് ആലോചിക്കും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും ചെയ്യണോ വേണ്ടെന്നുള്ളത്. വെറുതെ ഞാൻ സമയം കളയുന്നില്ല, നിഫ്റ്റി മാത്രമേ തൽക്കാലം ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ഇന്നലെ FIS ഏകദേശം 2,589 കോടിക്ക് സെല്ലിംഗ് ആയിരുന്നു. സ്റ്റോക്കിൽ DIS ഏകദേശം 5,314 കോടി ബൈയിങ് ആണ്. ഏകദേശം 2,500 പോയിൻറ്റിന് മുകളിൽ നെറ്റ് ബൈയിങ് ആണ് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഇന്നലെ കുത്തനെ വീണുവെങ്കിലും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ബൈയിങ് പ്രഷർ കൃത്യമായിട്ട് അവിടെ നിന്ന് നമ്മുടെ സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ FISൻ്റെ ഇൻഡെക്സ് ഓപ്ഷൻസ് ഏകദേശം 2.4 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻസ് ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ FIS 2.62 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. രണ്ടും ബൈയിങ് ആണ്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. പ്രോ 2.56 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 1.22 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. ക്ലൈൻറ്റ് സ്ട്രോങ് സെല്ലിംഗ് ആണ്. 4.6 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഏകദേശം 4 ലാക്ക് ക്വാണ്ടിറ്റി എടുപ്പിച്ച് പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് ക്ലൈൻറ്റ് ബൈയിങ് ഏരിയയിലാണുള്ളത്. ഏകദേശം 61,976 ക്വാണ്ടിറ്റി ഫ്യൂച്ചേഴ്സ് ക്ലൈൻറ്റ് ബൈയിങ് ആണ്. FIS സെല്ലിംഗ് ആണ്, സ്ട്രോങ് സെല്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് ഏകദേശം 90,000 നമ്പേഴ്സ് അടുപ്പിച്ച് ഫ്യൂച്ചേഴ്സ് സെല്ലിംഗ് ആണ്. മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റ് ഒരു ഓപ്പണിങ് ഗ്യാപ്പ് അപ്പിന് സാധ്യതയുണ്ട്. ചാർട്ടിൽ ഗ്യാപ്പ് അപ്പ് ഇതിന് മുകളിൽ വരികയാണെങ്കിൽ 24,767 24,780 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 24,767 നോക്കുക, 24,780 ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPR വരയ്ക്കും വരും. ഇന്ന് CPR ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് വൈഡ് CPR ആണ്. CPRൻ്റെ ലെവലെന്ന് പറയുന്നത് 24,640 മുതൽ 690, ഏകദേശം 50 പോയിൻറ്റിൻ്റെ CPR ആണ്, വൈഡ് CPR ആണ്. പക്ഷേ ഇന്ന് CPR ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് CPRലോട്ട് മാർക്കറ്റ് വന്ന് CPR ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPRൽ മാർക്കറ്റ് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPR താഴോട്ട് ബ്രേക്കൗട്ടിനുള്ള സാധ്യത ഒരുപാടുണ്ട്. എങ്കിലും ലൈവ് മാർക്കറ്റിൻ്റെ അപ്ഡേഷൻസ് തരാം, ആ സമയത്തുള്ള ഡേറ്റ അനുസരിച്ചിട്ട് പറയാം. എങ്കിലും CPR ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാത്രം. ഏറ്റവും മുകളിലത്തെ ലൈന് 24,842, 24,860 ആണ്. ഇവിടെ നിന്ന് ഒരു റിജക്ഷന് സാധ്യത ഉണ്ട്. 842 ഇതിന് മുകളിലാണ്. അതായത് ഈ ഒരു ഏരിയയിൽ 24,767, 24,780 24,842, 860 ഇടയ്ക്കാണ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ
ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ റിജക്ഷന് സാധ്യത ഉണ്ട്. 24,842, 860 വരുന്ന ഏരിയയിൽ മാർക്കറ്റ് ഒരു റിവേഴ്സിന് സാധ്യത ഉണ്ടാവും. അവിടുത്തെ ക്യാൻഡിൽ നോക്കുക, ക്യാൻഡിൽ കൃത്യമായിട്ട് റീഡ് ചെയ്യുക. റിവേഴ്സ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ എന്തെങ്കിലും ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് നോക്കാം. 24,767, 750 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഇത് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ CPR വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരും. ഓക്കെ, CPRന് താഴെ വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് CPRനുള്ളിലൊരു സപ്പോർട്ടുണ്ട് 24,654, 24,666. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,577, 24,590. ഇതിന് താഴോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും ലൈവ് മാർക്കറ്റിൽ അപ്ഡേഷൻസ് തരാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്